രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 4ാം വാർഷിക ആഘോഷം കേരളം ഒട്ടുക്കുമാണ് നടക്കുന്നത്. വളരെ അമ്പരപ്പോടു കൂടിയാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇത്ര അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും കൂസലില്ലാതെ ഭരിക്കുന്നത് കാണുമ്പോൾ ലോകം അമ്പരപ്പോടു കൂടി തന്നെ നോക്കി പോകില്ലേ? നോക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രയും മികച്ച വിഭവങ്ങളും കാലാവസ്ഥയുമുള്ള നമ്മുടെ നാട്ടിൽ നിന്നും ഇന്നത്തെ തലമുറ ജീവിക്കാൻ ഒട്ടും തന്നെ കഴിയാതെ കൂടും കുടുക്കയും എടുത്ത് നാടും വീടും വിട്ട് ഓടുന്നത് കാണുമ്പോൾ ലോകം ആശ്ചര്യപ്പെടുക തന്നെ ചെയ്യും. ആശ്ചര്യപ്പെട്ട് നോക്കിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്നേ. KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസ് കോടതിയിൽ വാദം നടക്കുന്ന സമയം മാണി കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ആ സമയത്ത് കോടതി പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അന്ന് ആ വാദസമയത്ത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന ഒരു പരാമർശം കോടതി വാക്കാൽ നടത്തിയിരുന്നു. ആ ഒറ്റ വാക്കിന്റെ പുറത്ത് പിണറായി വിജയൻ കേരളത്തിൽ 7 ദിവസം ആണ് തുടർച്ചയായി ഹർത്താൽ നടത്തിയത്. 11 KSRTC വാഹനങ്ങൾ അതിൽ തകർത്തു. 8ഓളം യാത്രക്കാർക്ക് അതിൽ പരിക്കേറ്റു. 4500 കോടി രൂപയുടെ നഷ്ടമാണ് അന്ന് മാത്രം കേരളത്തിലുണ്ടായത്. നമ്മളെല്ലാവരും അന്ന് പിണറായി വിജയന്റെ ഒപ്പമായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പിന്നെ സരിത എന്ന സ്ത്രീയെ വാടകയ്ക്കെടുത്ത് 80 കഴിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന വയോധികനെതിരെ പിണറായി വിജയൻ നടത്തിയ സമര പരമ്പരകളിൽ കേരളത്തിനുണ്ടായ നഷ്ടം 7000 കോടി രൂപയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരുപാട് പൊതുമുതലുകളാണ് അതിൽ നശിപ്പിക്കപ്പെട്ടത്. ദിവസങ്ങളോളം ജനങ്ങൾ തൊഴിലിന് പോകാൻ സാധിക്കാതെ കഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് നമ്മളും പിണറായി വിജയന്റെ വാദത്തിനൊപ്പമായിരുന്നു നിന്നത് അല്ലേ? സംഭവിക്കാത്ത പച്ച നുണയായ ഒരു കാര്യം സംഭവിച്ചു എന്ന് ഒരു കൂട്ടം ആളുകളെ ബോധ്യപ്പെടുത്തുവാനും വിശ്വസിപ്പിക്കുവാനും പിണറായി വിജയന് അന്ന് സാധിച്ചു. ഇനി വിജയൻ സർക്കാർ ഈ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വികസനം നമുക്കൊന്ന് നോക്കിക്കളയാം. 1. കറണ്ട് ബില്ല് വികസിപ്പിച്ചു. പെട്രോൾ സെസ് വികസിപ്പിച്ചു. വീട്ടുകരം വികസിപ്പിച്ചു. വെള്ളക്കരം വികസിപ്പിച്ചു. വീട് പണിയാൻ പെർമിറ്റ് ഫീ അതും വികസിപ്പിച്ചു. രജിസ്ട്രേഷൻ ഫീസോ അതും വികസിപ്പിച്ചു. തൊഴിലില്ലായ്മയോ അതാവോളം വികസിപ്പിച്ചു. കേരളത്തിന്റെ പൊതുകടമോ അത് പിന്നെ തീരെ വികസിപ്പിച്ചിട്ടില്ലല്ലോ അല്ലെ? ബിവറേജ്, ബാർ തുടങ്ങിയവ വളരെ കൂടുതലായി വികസിപ്പിച്ചു. മദ്യത്തിന്റെ വിലയും വികസിപ്പിച്ചു. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉള്ള എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില വളരെ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ചു. സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കൾ ഇല്ല എന്ന ബോർഡ് വളരെ നന്നായി വികസിച്ചു. നാട്ടിലെ വികസനം കാരണം യുവതലമുറ കൂട്ടത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർധനയായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും എണ്ണം കേരളത്തിൽ ക്രമാതീതമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതും വികസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുത ടോമിക്ക് ഡൽഹിയിൽ വികസനം അങ്ങ് ഉറപ്പാക്കി കൊടുത്തു. വർഷം കൊണ്ടുണ്ടാക്കിയ വികസനം ഇങ്ങനെ പോകുകയാണ്. എന്നാൽ സർക്കാരിനെ ആഘോഷിക്കാനും എടുത്തു പറയാനും പ്രത്യേകിച്ചും ഒന്നുമില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഘുലേഖ തന്നെ സർക്കാർ അങ്ങ് പുറത്തിറക്കി. വിഴിഞ്ഞം തുറമുഖവും PSC നിയമനങ്ങളും എല്ലാമാണ് ഈ നേട്ടങ്ങളുടെ മുൻനിരയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. എല്ലാ മന്ത്രിമാരുടെയും ചിത്രങ്ങൾ സഹിതമുള്ള ലഘുരേഖയാണ് അവതരിപ്പിച്ചത്. പ്രധാന നേട്ടങ്ങളായി സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നിന് നോക്കിയാലോ? രാജ്യത്ത് നടക്കുന്ന മൊത്തം PSC നിയമനങ്ങളുടെ 66% കേരളത്തിൽ നിന്നാണത്രേ. കഴിഞ്ഞ 9 വർഷത്തെ LDF സർക്കാരിന്റെ കാലയളവിൽ 2,76,062 നിയമന ശുപാർശകൾ നടന്നു. സർക്കാർ മേഖലയിൽ 10,000-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു എന്നാണ് വിജയൻ സർക്കാർ പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാക്കി. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണത്രേ. സർക്കാരുമായി ബന്ധപ്പെട്ട ഈ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു എന്നാണ് വിജയൻ പറയുന്നത്. സമഗ്ര ഭൂവിവരം ഡിജിറ്റൽ സംവിധാനത്തിൽ ലഭ്യമാക്കി. രാജ്യത്ത് ഈ നേട്ടം സ്വന്തമാക്കുന്ന പ്രഥമ സംസ്ഥാനം കേരളമാണത്രേ. ഇനി ഈ കഴിഞ്ഞ 8 വർഷത്തിനിടെ 3,57,898 പട്ടയങ്ങൾ വിതരണം ചെയ്തു. നോർക്ക വഴി 4000-ഓളം റിക്രൂട്ട്മെന്റുകളാണത്രേ വിജയൻ സർക്കാർ നടത്തിയത്. 2378 യുവ പ്രൊഫഷണലുകൾക്ക് വിദേശ ജോലിക്കുള്ള വഴി തുറന്നു കൊടുത്തു അത്രേ. ISROയുമായി സഹകരിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടത്തി എന്നാണ് ഈ ലഘുലേഖയിലുള്ളത്.
തീർന്നിട്ടില്ല. വ്യവസായ സൗഹൃദ കേരളം, സംരംഭക രംഗത്തുള്ള കുതിച്ചുചാട്ടം, ദാരിദ്ര്യരഹിത കേരളം, മാലിന്യമുക്ത കേരളം. അതെ അതെ, നല്ല ദാരിദ്ര്യമുക്ത കേരളവും മാലിന്യമുക്ത കേരളവുമാണല്ലോ അല്ലേ. ഇത് ഇങ്ങനെ പോകുകയാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയ ആ ലഘുലേഖയിൽ. സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങളേതിന് സമാനമായ നിലവാരത്തിലേക്ക് കേരളത്തെയും ഉയർത്തുക എന്ന ലക്ഷ്യമാണ് LDF സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ പറയുന്നത്. അതെ 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 അതെ, നല്ല നിലവാരത്തിലേക്ക് തന്നെയാണ് കേരളത്തെ വിജയൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാന്തരം നവകേരളം, അല്ലല്ലല്ല, അൽ കേരളം.